എം.കെ. മുനീറിന്റെ വീടിന് ജപ്തി നോട്ടീസ് വന്ന വിഷയത്തിൽ പ്രതികരണവുമായി കോഴിക്കോട് സൗത്ത് UDF സ്ഥാനാർത്ഥി ഫൈസൽ ബാബു മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. മുഹമ്മദ് ഷഹീദ് ഉണ്ട് നമ്മുടെ പ്രതിനിധി കൂടെ. മുഹമ്മദ് ഷഹീദ്, ഗുഡ് മോർണിംഗ്. ഒപ്പം ഫൈസൽ ബാബുവിനും ഗുഡ് മോർണിംഗ്. എന്താണ് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് ഷഹീദ്? മോത്തി, നമ്മൾ ഇന്നലെയാണ് ഇക്കാര്യം നമ്മൾ വാർത്ത നൽകി. അതായത് എം.കെ. മുനീർ മുൻ മന്ത്രിയാണ്, നിരവധി തവണ MLA ആയിരുന്ന ആളാണ് കോഴിക്കോട് സൗത്തിൽ. അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ നടക്കാവിലുള്ള വീട് CH മുഹമ്മദ് കോയ, അദ്ദേഹത്തിൻ്റെ പിതാവ് നിർമ്മിച്ച വീടാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു വലിയൊരു ആസ്ഥാനമായി കോഴിക്കോട് പ്രവർത്തിച്ച വീടാണ്. ആ വീട് ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ് എന്നുള്ളതാണ്. മാർച്ച് 30-നകം 49 ലക്ഷം നൽകിയില്ലെങ്കിൽ ആ വീട് ജപ്തി ചെയ്യും. ഈ വിഷയത്തിൽ നമ്മൾ ഇന്നലെ വാർത്തയായി നൽകിയിരുന്നു. ഇപ്പോൾ കോഴിക്കോട് സൗത്തിലെ മുനീറിൻ്റെ തന്നെ പിൻഗാമിയായി എത്തിയിരിക്കുന്ന കോഴിക്കോട് സൗത്തിലെ UDF സ്ഥാനാർത്ഥിയാണ്, ലീഗ് ദേശീയ സെക്രട്ടറി കൂടിയാണ്, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉണ്ട്. അദ്ദേഹത്തിന് മുനീറിനെ പോലെ ഒരാളുടെ വീട്, CHൻ്റെ വീട്, ലീഗിൻ്റെ ആസ്ഥാനമായിരുന്ന വീട് ജപ്തി ഭീഷണിയിലാണ്. എന്താണ് ലീഗിന് ചെയ്യാൻ പറ്റുക? ഇതിൽ പ്രഥമമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മന്ത്രി പദവിയിൽ വരെ കൈകാര്യം ചെയ്ത മുനീർ സാഹിബ് കറകളഞ്ഞ പൊതുജീവിതത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നലത്തെ ജപ്തി നോട്ടീസ് എന്ന് പറയുന്നൊരു വാർത്ത. അദ്ദേഹം ഒരു അഭിമാനിയായ മനുഷ്യനാണ്. ഒരു പാർട്ടിക്കാരനപ്പുറം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പൊതു സ്വത്താണ് ഡോക്ടർ M.K. മുനീർ എന്നുള്ളത്. ക്രസൻറ്റ് ഹൗസ് മുനീർ ഖാൻ്റെ മാത്രം വീടല്ല, ഞങ്ങൾ ഓരോരുത്തരുടെയും വീടാണ്, മലയാളികളുടെ മുഴുവൻ ഭവനമാണ്. ആ ജപ്തി നോട്ടീസ് ഒരു സാങ്കേതികത്വം മാത്രമാണ്. അത് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നു. സാദിഖലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ നേതൃത്വം നൽകുന്ന ഈ പാർട്ടിക്ക് ഡോക്ടർ M.K. മുനീർ സാഹിബിൻ്റെ ബാധ്യത എന്നുള്ളത് നമുക്ക് മിനിറ്റുകൾ കൊണ്ട് കൈകാര്യം ചെയ്യുന്ന സംഭവമാണ്. അതുകൊണ്ട് മുനീർ സാഹിബിൻ്റെ ബാധ്യത ഞങ്ങളുടെയൊക്കെ ബാധ്യതയാണ്. അത് ഒരിക്കലും ഒരു സങ്കടമായി അവശേഷിക്കില്ല എന്നാണ്. നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, നഷ്ടപ്പെടുക എന്ന ചർച്ചയ്ക്ക് പോലും സ്കോപ്പില്ല. അതായത് മാർച്ച് 31-നകം ഈ പണം നൽകിയില്ലെങ്കിൽ ജപ്തി ചെയ്യേണ്ടി വരുന്നതാണ് ഈ കാലിക്കറ്റ് ടൗൺ സർവീസ് സഹകരണ ബാങ്ക്. അതിൻ്റെ ഒരു പ്രശ്നം 2024 ഒരു നോട്ടീസ് വന്നിരുന്നു അദ്ദേഹത്തിന്. സെറ്റിൽമെൻറ്റിന് ശ്രമിച്ചു, പക്ഷേ അത് അങ്ങനെ 49 ലക്ഷം കുറയ്ക്കുന്നത്, പക്ഷേ അതും അടയ്ക്കാൻ കഴിയില്ല. 31-നകം ഇത് സെറ്റിൽ ചെയ്യാൻ പാർട്ടിക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ആ ചർച്ചയ്ക്കേ സ്കോപ്പില്ല. മുനീർ സാഹിബ് ഉള്ളിൽ എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും പുറത്തേക്ക് ചിരിക്കുക മാത്രം ചെയ്യുന്ന മഹാനായ നേതാവാണ് ഡോക്ടർ M.K. മുനീർ സാഹിബ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സാങ്കേതികത്വം മാത്രമാണ്. അങ്ങനെയുള്ളൊരു നേതാവിൻ്റെ ഈ സങ്കടം പാർട്ടി അറിയാൻ വൈകിപ്പോയോ? അല്ല, അദ്ദേഹം നമ്മോട് ഷെയർ ചെയ്യില്ല. ഇത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹം പൊതുസമൂഹത്തോട് ഷെയർ ചെയ്യുകയോ അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി കൈനീട്ടുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനല്ല ഡോക്ടർ M.K. മുനീർ സാഹിബ്. അദ്ദേഹം അഭിമാനിയാണ്. അതുകൊണ്ട് ഇതിങ്ങനെ വന്നപ്പോൾ ഞങ്ങളൊക്കെ വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. പക്ഷേ ഞങ്ങൾക്ക് അപ്പോൾ തന്നെ ആത്മവിശ്വാസമുണ്ട്. ഇത് ലീഗ് പാർട്ടിക്ക്, തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടി സാഹിബിനും മിനിറ്റുകൾക്ക്, സെക്കൻഡുകൾക്ക് കൈകാര്യം ചെയ്യുന്ന കേസാണ്. ക്രസൻറ്റ് ഹൗസിലേക്ക് ആരും നോട്ടീസ് അയക്കണ്ട, അതിൻ്റെ പേരിൽ ബാധ്യത പറഞ്ഞിട്ട് ആരും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ട എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ മന്ത്രി, സംസ്ഥാനത്തെ മന്ത്രിയായിരുന്ന ആളാണ്, മുതിർന്ന നേതാവാണ് അദ്ദേഹം. സാധാരണഗതിയിൽ ഈ മന്ത്രി അല്ലെങ്കിൽ അത്തരം അധികാര പദവിയിൽ ഇരുന്ന ആളുകളൊക്കെ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്താറില്ല. അവരുടെ പറയുമ്പം കണക്കുകളൊക്കെ നോക്കുമ്പോൾ അവരുടെ സമ്പത്ത് കൂടുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ മുനീർ സാഹിബിന് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ പാർട്ടി ആ കാര്യത്തിൽ എന്താണ് കാണുന്നത്? എങ്ങനെ? മുനീർ സാഹിബ് പിതാവിൻ്റെ വഴിയാണ്. CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം വരെ കൈകാര്യം ചെയ്ത മഹാനായ മനുഷ്യനാണ്. പക്ഷേ CHൻ്റെ ബാലൻസ് ഷീറ്റും ഇതന്നെയായിരുന്നു. രോഗവും കടങ്ങളും ഒക്കെ തന്നെയായിരുന്നു. സമൂഹത്തിനും സമുദായത്തിനും ഓടി നടന്നതിൻ്റെ പേരിൽ ബാധ്യതകളോടെയാണ് അദ്ദേഹം കടന്നുപോയത്. ഡോക്ടർ M.K. മുനീർ സാഹിബിൻ്റെ ഈ വാർത്ത നമ്മൾ പൊതുസമൂഹം കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. പക്ഷേ മുനീർ കെയുടെ പ്രൊഫൈലിൽ ഞാൻ മന്ത്രിയും പൊതുസമൂഹത്തിൻ്റെ പല പദവികളും കൈകാര്യം ചെയ്ത് വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്ന വീടടക്കം ജപ്തി ചെയ്യാനുള്ള നോട്ടീസാണ് എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് എന്നുള്ളത് ഡോക്ടർ M.K. മുനീർ സംസാരിക്കുന്നത്. മുഹമ്മദ് ഷഹീദിനോട് M.K. മുനീറിൻ്റെ വീട്ടിൽ ജപ്തി നോട്ടീസ് വന്നതുമായി ബന്ധപ്പെട്ട മറ്റ് രാഷ്ട്രീയ വിവരങ്ങളുമാണ് സംസാരിക്കുന്നത്.